അപ്പോൾ സിസ്റ്ററെ, നമ്മൾ തമ്മിലുള്ള 4ാമത്തെ സംഭാഷണമാണിത് എന്ന് തോന്നുന്നു. അപ്പോൾ കാരക്കാമല ജീവിതമൊക്കെ വിട്ട് അധ്യാപക റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ നിയമവിദ്യാർത്ഥിനിയാണ്. അങ്ങനെ ഒരു നിയമവിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ ഒരു ജീവിതം, അതായത് ഈ ഒരു വേഷപ്രച്ഛന്നതയിൽ എന്ത് തോന്നുന്നു? ഇപ്പോൾ കുറേ കൂടി സ്വാതന്ത്ര്യം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല സ്വാതന്ത്ര്യമാണ് തോന്നുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഒന്നാമത് എപ്പോഴും ഞാൻ ആ ഹാബിറ്റ് ഇപ്പോൾ ധരിക്കുന്നില്ല. അത് ധരിക്കുന്നത് ഒഫീഷ്യലായിട്ട് മാത്രമേ ധരിക്കുന്നുള്ളൂ. നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥ സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വയമായി കിട്ടുന്ന ഒരു സന്തോഷവും അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഫീൽഡ് ഇപ്പം LLB ഫീൽഡിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ തന്നെ കഴിയും, ഒക്ടോബറോടുകൂടി എനിക്ക് കോടതികളിൽ പോകാൻ പറ്റും അഡ്വക്കേറ്റായിട്ട്. അപ്പം അതും കൂടി ഒന്ന് നമുക്ക് അനുഭവിക്കാം. അതെങ്ങനെയാണ് ആ സാഹചര്യങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും, നീതി നിഷേധിക്കപ്പെട്ടു വരുന്നവർക്ക് വേണ്ടി സത്യസന്ധമായി വാദിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെ ആകും എന്നുള്ളത് നമ്മൾ കണ്ട് പരിശീലിക്കണം. നമുക്കിപ്പോൾ എല്ലാം ഒരു സ്വപ്നത്തിലും ആണല്ലോ ഇരിക്കുന്നത്, പരിശീലിക്കണം. തീർച്ചയായിട്ടും എന്താ പറയുക, വലിയൊരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മറ്റ് സിസ്റ്റേഴ്സിനെ ഞാൻ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കുറ്റം പറയാനല്ല എന്നെ നോക്കേണ്ടത്. എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചലഞ്ച് ഏറ്റെടുത്ത് ഇപ്പോഴും നടക്കുന്നത്. എനിക്കെതിരെ നടക്കുന്ന കേസുകളൊക്കെ ഇപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്നത് അത്ര എളുപ്പമായിട്ടല്ല. അതും ഈ സിസ്റ്റേഴ്സിന് വേണ്ടി അവർക്ക് കുറച്ച് പാഠങ്ങൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തെ എങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ അതായത് വെറുതെ എന്തൊക്കെയോ കേട്ടു എന്തൊക്കെയോ ജീവിച്ച് തീർക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിയമപഠനം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇപ്പോൾ സിസ്റ്റേഴ്സിനെതിരായിട്ട് കുറേ കേസുകളുണ്ട്. അതായത് സഭ കൊടുത്ത കേസുകളുണ്ട്, സഭയ്ക്കെതിരെ സിസ്റ്റർ കൊടുത്ത കേസുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നിയമം പഠിക്കണമെന്ന് തന്നെ തീരുമാനിച്ചത്. കേസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ സ്കൂളിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻ്റായി. പിന്നെ അവരായിട്ട് എനിക്ക് തന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അവരെനിക്ക് സമ്മാനിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവർ സമ്മാനമായി തന്ന ആ പ്രതിസന്ധികളുടെ ഒരു സെൻറ്റർ ഓഫ് കോൺഫ്ലിക്ട്സ് ആണ് ഈ ഡിസിഷനിലേക്ക്, ഈ ഡിസിഷനും പിന്നീടുള്ള പഠനവും എന്ന് പറയാം. അപ്പോൾ അവർക്കും ഇതിനകത്ത് പങ്കുണ്ട്, അവർക്കും വേണേൽ അഭിമാനിക്കാം. ഇപ്പോൾ എത്ര കേസുകൾ സിസ്റ്ററിനെതിരായിട്ട് നിലനിൽപ്പുണ്ട്? സത്യത്തിൽ 10 പേരിൽ കുറയാത്ത കേസുകളുണ്ട്, നടത്തുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് എൻ്റെ ആ ജീവിത അന്തസ്സിനെ അവർ പുറത്താക്കിക്കൊണ്ട് എന്നെ അന്യവത്കരിച്ചതിനെതിരെ, എനിക്ക് ഒരു സേഫ്റ്റിയും തരാതെ എന്നെ പുറത്തേക്ക് തള്ളിവിട്ടതിനെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ കേസുണ്ട്. പിന്നെ അതിന് ദേഷ്യമായിട്ട് എനിക്കെതിരെ പല കേസുകൾ നടത്തുന്നുണ്ട്. അത് തന്നെ ഞാൻ കൊടുത്ത മറ്റൊരു കേസും കൂടെ നിലനിൽക്കുന്നുണ്ട്. ആ കേസും പിന്നെ കുമാരൻ നോബിൾ തോമസ് എന്നെ ഡിഫാം ചെയ്തതിനെതിരെ ഞാൻ പ്രൈവറ്റായിട്ട് കൊടുത്ത കേസും ഹൈക്കോടതിയിൽ 2 ഇപ്പം നിലനിൽക്കുകയാണ്. 2 വർഷം കഴിഞ്ഞു. ഇതുവരെ അതിനൊരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡറിൽ പോവുകയാണ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാൽ 10ൽ 1 കുറഞ്ഞു. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ വാദിക്കാൻ കേസുകൾ ആവശ്യത്തിനുണ്ടെന്ന് അർത്ഥം. കസ്റ്റഡിയിലുണ്ട്, കക്ഷി നമ്മൾ തന്നെ ഉണ്ട്. ഇപ്പോഴും കാരക്കാമല കോൺവെന്റിൽ പോകുന്നുണ്ട് അല്ലേ? ഞാൻ അവിടുത്തെ ആളാണ്. ഇപ്പം അതിൽ നിന്ന് മാറിയിട്ടില്ല. എന്തായാലും വളരെ ബോധപൂർവമായി തന്നെ അവിടെ പോകുന്നുണ്ട്. അവിടെ എനിക്കിപ്പോൾ അല്ലാതെ ഇപ്പം രാജഗോപാലിൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ജീവിച്ച് പണിയെടുത്ത് അന്തസ്സായിട്ട് വളർത്തിയ ഒരു സന്യാസം, എൻ്റെ ജീവിതം എവിടെയാ സമർപ്പിച്ചത് അവിടെ എനിക്ക് റൈറ്റ് ഉണ്ട്. അത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. പരിപൂർണമായിട്ട് കേസ് കഴിയുമ്പോഴേ മനസ്സിലായെന്ന് പറയത്തുള്ളൂ. തൽക്കാലം എന്തായാലും എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ സന്യാസ വേഷം തന്നെ ധരിക്കാറുണ്ട്. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അത് എവിടെയാണെങ്കിലും ഇപ്പം എനിക്ക് ഫിസിക്കലി എനിക്ക് കുറച്ച് അസ്വസ്ഥതയുണ്ട് ഫുൾ ടൈം അത് ധരിക്കുന്നതിൽ. അതുകൊണ്ടാണ് ഞാൻ കോൺവെന്റിനുള്ളിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കാരണം ഞാൻ അവിടെ വരുന്ന പ്രീസ്റ്റുമാർ ഇത് സിവിൽ വേഷത്തിലാണല്ലോ വരുന്നത്. പിന്നെന്താ എനിക്കത് അങ്ങനെ ജീവിച്ചു കൂടാത്തെ?
അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലായിട്ട് മാത്രമാണ് ഞാൻ അവിടുന്ന് പള്ളിയിൽ പോകുമ്പോഴും അത് എവിടെയാണെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ ഇപ്പം ഗവൺമെൻറ് ചെല്ലുമ്പോൾ എന്താണ് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് അവിടെ പൊതുവേ? അത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് മനുഷ്യരൊക്കെ ആണെങ്കിലും കാലം പഴകും തോറും ഒരാളോടൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ വലിയൊരു മുറിവുണ്ടെങ്കിൽ കാലം കൂടുന്തോറും മുറിവ് കൂടിക്കൂടി അതിൻ്റെ പാട് കൂടിക്കൂടിയല്ല വരുന്നത്. വലിയ മുറിവാണെങ്കിൽ കാലം കഴിയുന്നവരും കുറഞ്ഞു വരുന്നു. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടുതലാണ്. കാരണം അവരെടുത്ത തീരുമാനം എന്നെ പുറത്താക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എത്ര കാലം നമ്മൾ പുറത്താകാതെ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്കത് വല്ലാത്ത ദ്രോഹമാണ്. അതുകൊണ്ടാണ് എന്നെ വലിയ ശത്രുവായിട്ട് അവർ കാണുന്നതും ഒരു ശത്രുവിനോടെന്നതിൻ്റെ ഇതിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിനകത്ത് ചെല്ലുമ്പോഴേ ഒരു ഹാർട്ട് വെൽക്കം ഒന്നുമല്ല എപ്പോഴും കിട്ടുന്നത്. അല്ല, അവിടെ ആയിരുന്ന കാലഘട്ടത്തിലും സിസ്റ്ററിന് ആഹാരം തരാതെയും പലതരത്തിൽ മിണ്ടാതെയും ഇടപെടാതെയും ഒക്കെ ഒട്ടേറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പണ്ട് അക്കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ആറ്റിറ്റ്യൂഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെ, ഞാൻ ഫ്രാങ്കോ കേസിൽ സിസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വന്നപ്പോൾ മുതലാണ് ഈ ഒരു മാറ്റം വന്നത്. അവരെനിക്ക് ഫുഡ് തരില്ല, സംസാരിക്കുകയില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഈവൻ പ്രാർത്ഥനാ ഭവൻ അവരടച്ചിട്ടേക്കുകയാണ്. നമ്മുടെ കോൺവെൻറ്റിലെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ചാപ്പൽ എന്ന് പറയുന്ന ആ സംവിധാനം അവർ പൂട്ടിക്കൊണ്ടു നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയൊരു പുതിയ തീരുമാനം എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഇവരെന്നാണോ മഠത്തിൻ്റെ ചാപ്പലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥനാ ഭവൻ എനിക്ക് വേണ്ടി തുറന്നു തരുന്നത്, കാരണം അവരത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ തുറന്നു തരും. തുറക്കുന്നോടം വരെ ഞാൻ ഇനി അവിടെ ചെന്നാലും അവിടുത്തെ പള്ളിയിലും പോകണ്ടെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിനകത്ത് അർത്ഥമില്ലല്ലോ. ഇവിടം പൂട്ടി ഇവിടുത്തെ ദൈവം തന്നെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് പ്രവേശനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയി സ്വയം എന്നെ പ്രവേശിപ്പിച്ചു കൊടുക്കണ്ട, വേണോ വേണ്ടതെന്ന് തീരുമാനിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അവര് ഫുഡ് ഇപ്പൊ നമുക്ക് വയ്യാതെ ആയാൽ പോലും ഇത്തിരി എന്തെങ്കിലും തരാൻ ചോദിച്ചാൽ തരത്തില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ സംവിധാനമില്ല. ഭയങ്കര വെല്ലുവിളിയാണത്. ഞാൻ തന്നെ എങ്ങനെയാണ് അത് ജീവിക്കുന്നതെന്ന് എനിക്ക് വാശിയില്ല. എനിക്ക് അവരോട് വാശിയല്ലല്ലോ, വാശിയോ വൈരാഗ്യമൊന്നും അവരോടില്ല. അല്ല, അതല്ല, നമ്മളെ നിഷേധിക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കണമെന്നുള്ളൊരു ബോധം, അതൊരു റൈറ്റാണ്, റൈറ്റ് തിങ്കാണ്. അതൊരു അവരോട് വാശിയില്ല, ഒരു വാശിയല്ല. അത് വാശിയുണ്ടെങ്കിൽ ഞാൻ അവിടെ പോവുകയല്ല. നമ്മുടെ അവകാശം സ്ഥാപിച്ചെടുക്കാന്നുള്ളതാണ്. ഞാൻ അവിടുത്തെ ആളാണ്. എൻ്റെ ജീവിതം മുഴുവൻ അവിടെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അധ്വാനം, ഈവൻ ഞാനൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തുമ്മിയിട്ടുണ്ടെങ്കിൽ അത് കോൺവെന്റിലാണ്. അപ്പോൾ എനിക്കതിനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ്സ് മൈ പ്രോപ്പർട്ടി ആൻഡ് ഞാൻ അതുവരെ പാലിച്ചു പോകുന്ന ഒരു അന്തസ്സ്. അതിന് ഞാനായിട്ട് എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എനിക്കൊരു കോൺഫിഡൻറ്റ് വന്ന് പോരുവാണ്. ഓക്കെ, ഇത് തോന്നിയാസത്തിന് നല്ല കാര്യം ചെയ്തതിൻ്റെ ഒരു വലിച്ചെറിഞ്ഞാൽ അത് അവരെ ഞാൻ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അവരുടെ തീരുമാനങ്ങളിൽ തെറ്റുണ്ട് എന്നാണ് പറയുന്നത്. അവരെ കുറ്റപ്പെടുത്താൻ അവരുടെ ബ്രെയിൻ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ റൈറ്റ് ആണെന്ന് പറഞ്ഞായിരിക്കും ചിന്തിക്കുന്നത്. അവരുടെ റൈറ്റ് കയറി നമ്മളെ റൈറ്റ് അല്ലെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മുടെ റൈറ്റ് നമുക്ക് റൈറ്റ് ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പുറമേ അങ്ങനെ അവരെ എതിർക്കുന്നുണ്ടെങ്കിലും സിസ്റ്ററിനോട് ആന്തരികമായിട്ട് അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഈ കാര്യത്തിൽ യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ? പക്ഷെ എൻ്റെ കോൺവെന്റിൽ എന്നോട് ഫിസിക്കലി കോൺവെന്റിലുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളോട് മീൻസ് ടൈറ്റായിട്ട് പെരുമാറുമല്ലോ. ബാക്കി പുറത്തുള്ളവരൊക്കെ നമ്മളെ വഴിക്കുന്ന കാണുമ്പോഴോ മറ്റു കോൺഗ്രിഗേഷനിലുള്ളവരൊന്നും സംസാരിക്കാതിരിക്കാറുന്നില്ല. അവർക്ക് 100% അറിയാം. കാരണം എക്സ്പീരിയൻസ് അല്ലേ, സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർക്കറിയാമല്ലോ ഇതൊക്കെ സിസ്റ്റർ ലൂസി എന്തിനാണ് പറയുന്നത്. അതുപോലെ മറ്റു കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് സിസ്റ്റർ ലൂസി ഒരു ഐക്കണാണ്, അവർക്ക് പല പ്രിവിലേജസും ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ കോൺവെൻറ്റും കോൺഗ്രിഗേഷനും ആണ്. കാരണം അവർക്കാണല്ലോ ഇതൊരു എന്താ പറയുക, ഒരു അജണ്ട. മറ്റവർക്ക് എന്നെ പുറത്താക്കണമെന്ന് അജണ്ടയൊന്നുമില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അത് വരത്തുള്ളൂ, നമുക്കൊരു കോമൺ സെൻസിൽ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എല്ലാം ഞാനൊരു ശരിക്കും പറഞ്ഞാൽ കൺഫൈൻമെൻ്റ് ആണ് അവിടെ. അതിനകത്ത് റൂമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുക ഇപ്പോഴും സ്റ്റിൽ. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എന്തെങ്കിലും ചെയ്യാനും കോടതി വിധി അനുസരിച്ച് അവർ പെരുമാറുന്നത് തെറ്റാണ്. ഇനിയിപ്പം കോടതി പരാതി കൊടുത്ത് കമ്മീഷനെ വെച്ച്
വാദിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഒരു കേസ് ഫയൽ ചെയ്താൽ നീങ്ങാൻ ഒത്തിരി വർഷം താമസം. നമ്മുടെ ആ ഒരു പ്രതിസന്ധി കൊണ്ട് ഇതിപ്പോൾ കോടതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് റൈറ്റ് തരണം എന്നാണ് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോടതിക്ക് ഇതിനകത്ത് വന്നിട്ട് എന്നെ എപ്പോഴാണ് ഏത് വാതിലിൽ കൂടിയാണ് കയറ്റുന്നത്, എന്നെ കയറ്റുന്നുണ്ടോ, ഭക്ഷണം കൊടുക്കുന്നു നോക്കാൻ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ടത് ഈ സിസ്റ്റേഴ്സാണ്. അവർ മാറ്റം വരാത്തത്ര കാലം ഞാനിതിനെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അഭിമുഖീകരിക്കും. വയ്യാതാവുമ്പം അറിയത്തില്ല, പക്ഷേ ഇത് പണ്ടേ സാധിച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ പരാതിപ്പെടുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വരുന്നവരെല്ലാം മഠത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് സുപ്പീരിയർ ആണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. സുപ്പീരിയർ അടച്ചാൽ അടച്ചു, സുപ്പീരിയർ തന്നില്ലേ, ഭക്ഷണം തന്നില്ല, ഞങ്ങൾക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് എല്ലാ അധികാരികളുടെ അടുത്ത് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. എല്ലാ അധികാരികളും ഒഫീഷ്യൽ പബ്ലിക് അധികാരം സ്വാഭാവികമായിട്ട് അവർക്ക് വിധേയമായിട്ടാണ് പോകുന്നത്. അവർക്ക് അവർ തെറ്റ് ചെയ്ത ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്താൽ നിങ്ങളാണ് ഇവിടുത്തെ അധികാരി എന്നാണ് പോലീസ് പറയുന്നത്. അല്ലല്ലോ, നിങ്ങളെ പിടിച്ചോണ്ട് പോകത്തില്ലേ? പക്ഷെ കോൺവെന്റിൽ വന്ന് അങ്ങനെയല്ല, നേരെ തിരിഞ്ഞു. കോൺഗ്രിഗേഷൻ നിയമമാണ് അവിടെ പ്രധാനം എന്നാണ് പറയുന്നത്. അല്ല, മദർ സുപ്പീരിയറിന്റെ അവര് പറയുന്ന അവർക്ക് പറ്റില്ല. അതായത് അവര് രണ്ട് തരത്തിലാണ് പെരുമാറുന്നത്. ഞങ്ങള് സിവിലാണ്, നിങ്ങൾ സിവിലാണ്. പക്ഷെ ഞങ്ങൾ ഈ സന്യാസം എന്ന് പറയുന്നതിന്റെ അധികാരത്തിന് കീഴിലായതുകൊണ്ട് അവര് നടപടികൾ എടുക്കാൻ തയ്യാറല്ല. അത്രേ ഉള്ളൂ. കാരണം രണ്ട് തരമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പൊ ഒരു വീട്ടിലൊരു മരുമകളായിട്ട് വന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ അമ്മേനെ ഇവള് പരാതിപ്പെട്ട പോലീസ് അവിടെ വന്നിട്ട് ഭർത്താവിൻ്റെ അമ്മയ്ക്കാണ് അധികാരം എന്ന് പറഞ്ഞിട്ട് പോവുമോ? അതേ സിറ്റുവേഷനാണ് കോൺവെന്റിൽ നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവിടെ വരുമ്പോൾ ഇവർ മൗനമാകുന്നു? അവർ തന്നില്ല, കഴിക്കേണ്ട, നിങ്ങൾ നാട്ടുകാരുടെ അടുത്ത് പോയി മേടിച്ച് തിന്നോളാൻ വന്നിട്ട് എന്നോട് പോലീസ് പറഞ്ഞേക്കുന്നത്, നാട്ടിൽ തെണ്ടി തിന്നോളാൻ. നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഒരു കാര്യം പറയാം, പോലീസിന് പർട്ടിക്കുലർലി പേഴ്സണലി എന്നോടൊരു വൈരാഗ്യ ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷേ ഏറ്റവും വലിയൊരു ദോഷം, ഒരു ദ്രോഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവരൊരു നടപടി എടുക്കാത്ത. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അതേസമയം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളവിടെ മരിച്ചു കിടക്കുവാണെങ്കിൽ ഞങ്ങൾ കയറി അന്വേഷിക്കും. മീൻസ് നിങ്ങളെ ആരെങ്കിലും കൊന്ന അസ്വാഭാവിക മരണമാണെങ്കിൽ ഞങ്ങൾ കയറി അന്വേഷിക്കും. എന്നാലും നിയമത്തിന്റെ ഒരു പറയുന്ന അനുസരിച്ചേ പോകുള്ളൂ. അത് നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോളാണത്. കാരണം നമ്മൾ ഇത് ചെയ്തില്ലെങ്കിലും നമുക്കൊരു ദുരന്തം അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വരികയാണെങ്കിൽ മാത്രമേ നിയമം ഇടപെടുകയുള്ളൂ എന്നുള്ള രീതിയാണ്. പക്ഷേ അവരാവകാശത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതും നിയമം വളരെ പതുക്കെ സാവധാനേ പോകത്തുള്ളൂ. അതിന്റെ രീതിയുണ്ട്. അതേസമയം ഒരു കുടുംബനാഥനാണ് അധികാരത്തിലിരിക്കുന്ന, അവര് തെറ്റ് ചെയ്ത് അവര് വീട് അടച്ചു കളയുവാണെങ്കിൽ അവിടെ പരാതിപ്പെട്ട പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ വന്നാൽ പ്രതികളായിട്ടുള്ളവർക്ക് സ്തുതിയല്ലുമാണ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയാണ്. നമ്മൾ നേരിൽ കാണുന്നതാണ്. അതൊരു വൈകൃതം തന്നെയാണ്. മതപരമായ സമൂഹത്തിൽ നിലനിൽക്കുന്ന പബ്ലിക് സർവീസിൽ പെട്ടവർ പോലും ഈ മതത്തെ സമീപിക്കുന്ന ഒരു വലിയൊരു വൈകൃതം. മതത്തിന് മുന്നിൽ വരുമ്പോൾ നിയമത്തിന് പറ്റുന്ന ഒരു പ്രശ്നമാണ്. സിസ്റ്റർ അവിടെ ആദ്യമായിട്ട് കാർ മേടിക്കുകയും അല്ല മഠത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ആ പ്രശ്നം രൂക്ഷമാകുന്നത് വഞ്ചി സ്ക്വയറിലെ സമരത്തിൽ, പ്രത്യേകിച്ച് കുറവലങ്ങാട് സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാങ്കോയ്ക്കെതിരായിട്ടുണ്ടാക്കിയ വലിയൊരു മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത്, അല്ലേ? അങ്ങനെ പറയത്തില്ല. ഞാൻ ഇത്രയും വർഷം 2018 സെപ്റ്റംബർ 23 വരെ ഞാൻ സന്യാസത്തിൽ ജീവിച്ചത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണ്ണമായ സപ്പോർട്ടോടെയാണ്. പിന്നെ ഒരു മനുഷ്യനാവുമ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ എനിക്കൊരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നിങ്ങളിപ്പോൾ സാർ ആദ്യം പറഞ്ഞ ഈ വണ്ടി വാങ്ങിച്ചത് അത് വേറെ മറ്റൊരു പ്രശ്നത്തിനല്ല, അതൊരു ആവശ്യമാണെന്ന് ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു. നമ്മുടെ മാനന്തവാടിക്ക് മാത്രമേ ഇല്ലാത്തതുള്ളൂ, ഇതൊരു അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങൾ ലൈസൻസ് എടുക്കാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ തന്നില്ല. തരാത്തത് ഇപ്പോൾ അവരുടെ അങ്ങനെയാണ്. അങ്ങനെ സിറ്റുവേഷനിൽ ശരിയാണെന്ന് തോന്നിയ കാര്യം ചെയ്തു. അവരൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നു, നിങ്ങൾ നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ നിയമത്തിന്. പക്ഷെ അത് നിയമത്തിനെതിരല്ലെന്ന് എനിക്കറിയാം, ആ ബോധ്യം എനിക്കുണ്ട്. ഞാൻ നിയമത്തിനെതിരല്ല, മാനുഷിക നിയമങ്ങൾക്കും അല്ല, സുവിശേഷ നിയമങ്ങൾക്കും അല്ല, ഒരു നിയമത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും അല്ല എതിര്. അപ്പം അത് ആരോടുമുള്ളൊരു ഫൈറ്റല്ല.
പക്ഷെ അന്ന് അവർ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, സന്യസ്ത ജീവിതം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുസരണ വ്രതം അല്ലെങ്കിൽ ദാരിദ്ര്യവ്രതം തുടങ്ങിയവ സിസ്റ്റർ ലൂസി പിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നല്ല, അതിനെ കണ്ണിച്ചിരിക്കുന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, അത് പറഞ്ഞാണല്ലോ അവർ നിലനിന്നത്. കാരണം എടുത്ത അതായത് വ്രതം എടുക്കുന്ന സമയത്തുള്ളതിനെ വണ്ടി വാങ്ങിച്ചത് സന്യാസവ്രതം അനുസരിച്ചില്ല എന്നൊന്നും അന്നേരം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ വന്നതിന് ശേഷമാണ് അവര് പിന്നെ കേസ് രൂക്ഷമാകുന്ന സമയത്താണ് അതെ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നതും ഓരോ സ്റ്റെപ്പ് ഇട്ട് ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്രാങ്കോ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സമരത്തിൽ എടുത്ത നിലപാടുകളും കുറവങ്ങാട്ട സിസ്റ്റേഴ്സ് നൽകിയ പിന്തുണയും ഒക്കെ തന്നെ ശരിക്കും അവരെ അത് മൊത്തത്തിൽ സഭയെ ബാധിച്ചൊരു പ്രശ്നമാണ്. അത് തന്നെയാണല്ലോ, അതാണ് ശരിക്കും ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഒരു സമരം നമ്മൾ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഇവരുടെ സെറ്റപ്പിൽ സംവിധാനത്തിൽ ഇപ്പോൾ ധാരാളം കന്യാസ്ത്രീകൾ പുറത്തു വന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ മരിയ റോസയും പുറത്ത് വന്നിട്ടുണ്ട്, പുസ്തകം അവരുടെ കൃതികളൊക്കെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു വിള്ളലുണ്ടാകുമെന്ന് സിസ്റ്റർ വിചാരിക്കുന്നുണ്ടോ? അതായത് ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന ഈ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സന്യസ്ത ജീവിതത്തിൽ സിസ്റ്റർ പോകുന്നു, അതുപോലെ ധാരാളം കന്യാസ്ത്രീകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നതുകൊണ്ട് ആ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പോപ്പിന് വരെ സിസ്റ്റർ പരാതി അയച്ചിരുന്നു, പക്ഷെ അതിനൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല കിട്ടിയതാണോ? അല്ല, അവരൊന്നും റിപ്ലൈ പോലും തന്നിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള ഒരു റിജക്ഷൻ അതെല്ലാം അത് വ്യാജമായിട്ടുണ്ടാക്കിയിരിക്കുന്ന, ശരിക്കുള്ള അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യാതെ വ്യാജമായിട്ടുണ്ടാക്കി സൈൻ ചെയ്ത് വിട്ടേക്കുന്ന. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ ഈ സംവിധാനത്തിന് മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, മറ്റു കോൺഗ്രിഗേഷൻസൊക്കെ ചെറിയ ചെറിയ ആനുകൂല്യങ്ങളും കുറച്ച് പ്രിവിലേജസും ഒക്കെ സിസ്റ്റേഴ്സിനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എൻ്റെ സന്യാസഭയുടെ കാര്യം എനിക്കറിയത്തില്ല. പിന്നെ മെമ്പേഴ്സ് വരുന്നവർ കുറയുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരു ഫണ്ടമെൻ്റൽ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ അതാണ് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞത് കൊണ്ടാണല്ലോ അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കുട്ടികളെ കൊണ്ടുവരുന്നത്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കുട്ടികളെ പിടിക്കുന്നത് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം വളരെയേറെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു എക്സ്പോഷറായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിനെ എങ്ങനെ വിലയിരുത്തുന്നത്? അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ പ്രസന്റ് ജീവിക്കുന്നയാൾ. എൻ്റെ പാസ്റ്റിൽ ഞാൻ പ്രസന്റ് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഫ്രീഡം അങ്ങനെ ഒരു, കാരണം ഞാൻ മെൻ്റലി കുറച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒത്തിരി ഇങ്ങനെ ഒരു എന്താ പറയുക, മറ്റുള്ളവരെ വിധിക്കുക, മറ്റുള്ളവരിൽ നിന്ന് ദ്രോഹം ഉണ്ടായാൽ പോലും അവരെ ഒത്തിരി ജഡ്ജ് ചെയ്യാറില്ല. അത് അവരുടെ ഭാഗം. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ എൻ്റെ മെൻ്റലി ഞാൻ കുറേ ഫ്രീയാണ്. അപ്പോൾ ആ ഫ്രീഡം എനിക്ക് അന്നും ഉണ്ട്. പിന്നെ ഇന്ന് വന്ന് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രത്യേകിച്ചൊരു എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു പ്രൊഫഷൻ നമ്മൾ പഠിക്കുന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് അവരാണ്. ചിലപ്പോൾ ഞാൻ ഇതിലേക്ക് എത്തത്തില്ല. പിന്നെ അത് കഴിയുമ്പോൾ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ കുട്ടികളോടൊത്തായിരുന്നല്ലോ അത് വരാതെ. എനിക്ക് ഒരു കുറേ വ്യത്യാസം അങ്ങനെ അനുഭവപ്പെടുന്നില്ല. ഞാൻ അതേ ടീച്ചേഴ്സും കുട്ടികളോടൊപ്പമായി 10-27 വർഷം ജീവിച്ച ആളായതുകൊണ്ട് തന്നെ സെയിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ബെഞ്ച് മാറി അധ്യാപികയായിരുന്നു, ഇപ്പം സ്റ്റുഡൻ്റായി, അത് വ്യത്യാസമുള്ളൂ. അത് ആ ഡ്യൂട്ടിയൊക്കെ എനിക്കൊരുവിധം നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഒരു ഫീൽഡിലേക്ക് വരുന്നു. പക്ഷേ ഇതിലേക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതിലേക്കൊക്കെ നയിച്ചത് നമ്മുടെ FCC സിസ്റ്റേഴ്സ് തന്നെ. അവരോട് ഞാൻ സല്യൂട്ട് അടിക്കണ്ടേ. പിന്നെ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. അന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിത്ത് ഹാബിറ്റ് ആണെങ്കിലും ഞാൻ സ്വതന്ത്രയാണ്. കാരണം എൻ്റെ മനസ്സൊന്നിലും ഒരു അടിമത്തത്തിലേക്ക് ഞാൻ അങ്ങനെ പോകേണ്ട എനിക്ക് ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നു, നമ്മൾ ശുശ്രൂഷ ചെയ്യാനുള്ളത് ചെയ്യുന്നു. അങ്ങനെ അല്ലാണ്ട് പോയിട്ടുള്ളൂ. പക്ഷെ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുമായിരുന്നു. അത് നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ്. നമ്മളൊരു അടിമയാകാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. സ്വതന്ത്ര ഒരു വ്യക്തി അല്ല, ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള അതാണ്. ഞാൻ സിസ്റ്റർ ലൂസി കളപ്രിയാണ്. ഞാൻ എന്ന് പറഞ്ഞൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം. എൻ്റെ അപ്പൻ കറിയായിക്കും അമ്മ റോസയ്ക്കും ഉണ്ടായ മകളാണ് ലൂസി. അത് അങ്ങനെ തന്നെ വേണം. അത് നിലനിൽക്കണം. ആരുടെയും മുമ്പിൽ വെറുതെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാൻ എൻ്റെ പേരൻസ് സമ്മതിക്കുകയല്ല. അത് രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല എന്നാൽ പോലും. അതാണ് അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഇപ്പം നമ്മൾ ഇടപെടുന്നതിൽ ഇപ്പോൾ
ഒരു സാധു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ അവർക്ക് അവരുടെ ആ എക്സിസ്റ്റൻസ് ഉണ്ട്. അവരല്ലാണ്ട് ആത്മാഭിമാനം അതെല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തരം തിരിച്ചാണ് ഇപ്പോഴും ഇത് കൊടുക്കുന്നത്. നമ്മുടെ സൊസൈറ്റി തരം തിരിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടുന്നത്. അതാണ് ഡെവലപ്ഡ് കൺട്രീസിലെ ഹാപ്പിയസ്റ്റ് രാജ്യത്തൊക്കെ പ്രധാന കാരണം അവർ ഇൻഡിവിജ്വലിനെ ഇൻഡിവിജ്വലായിട്ടാണ് കാണുന്നത്. പ്രൊഫഷനോ സമ്പത്തോ രാഷ്ട്രീയമോ സ്വാധീനമോ ഒന്നും നോക്കിയിട്ടല്ല. ഇവിടെ മൂക്കൊലിപ്പിച്ചൊരു ചേച്ചി വന്ന് നിന്ന ആ ചേച്ചിക്കും രാജഗോപാലിനും അതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസം കുട്ടികളിൽ ആ ചിന്തയിൽ ഫോം ചെയ്യപ്പെടേണ്ടത്. അവിടെ വീഴ്ച വരുമ്പോഴാണ് നമ്മൾ ചിലരൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ടവരെന്ന് സംബോധന ചെയ്യേണ്ടി വരുന്ന, ചിലർ നമുക്ക് കൊള്ളത്തില്ലാത്തവർ. അങ്ങനെയല്ല. അങ്ങനെ കാണാൻ പഠിച്ചാൽ ഇതിൽ കൂടുതൽ ഹാപ്പിയസ്റ്റ് രാജ്യം വേറെ ഏതുണ്ടാവും? ഇല്ല. എല്ലാവരും ഈക്വൽ. ആ സമത്വ ബോധമാണ് നമുക്കില്ലാതെ പോകുന്നൊരു പ്രശ്നം. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന ഒന്നതാണ്. നമ്മൾ തരം തിരിച്ചാണ് എന്നാ പറഞ്ഞാലും നിറം വരെ വെച്ചിട്ട് തരം തിരിച്ചാണ്. അത്ര തന്നെ നിറവും ലിംഗവും ഒക്കെ പ്രശ്നമാണ്. നമുക്കിവിടെ ഒന്നുകൂടെ കൂടുതലുണ്ട്, ജാതി മതം ഒക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ശോഭിക്കാനുള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ വിളങ്ങണം.